നാറ്റോ രാജ്യങ്ങൾക്ക് മുകളിലൂടെ ഇനി റഷ്യൻ വിമാനം പറന്നാൽ അവ വെടിവെച്ചിടാൻ ഡൊണാൾഡ് ട്രംപ് ഒരു നിർദ്ദേശം നാറ്റോ രാജ്യങ്ങൾക്ക് നൽകിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ മറുപടിയുമായി റഷ്യ എത്തിയിരിക്കുകയാണ്. റഷ്യയുടെ ഫ്രാൻസിലുള്ള അവരുടെ സ്ഥാനപതി അലക്സി മെഷ്കോവ് പറയുന്നത് ഇത് ഫലം ചെയ്യുക യുദ്ധത്തിലേക്കായിരിക്കും. തങ്ങളുടെയൊക്കെ വ്യോമാതിർത്തി, അതായത് റഷ്യയുടെ വ്യോമാതിർത്തി നാറ്റോ രാജ്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ലംഘിക്കാറുണ്ട്. തങ്ങളാരും ആ വിമാനം വെടിവെച്ചിടാറില്ല. തങ്ങളുടെ വിമാനത്തിന് നേർക്ക് വെടിയുതിർക്കുകയാണ് എങ്കിൽ അതിൻ്റെ ആത്യന്തികമായ ഫലം യുദ്ധം തന്നെ ആയിരിക്കും എന്നാണ് ഇപ്പോൾ ഈ ഫ്രാൻസിലുള്ള റഷ്യയുടെ സ്ഥാനപതി പറയുന്നത്. അതായത് ട്രംപിന്റെ വാക്കും കേട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ യുദ്ധമായിരിക്കും ഫലമെന്നാണ് റഷ്യ പറഞ്ഞു വെക്കുന്നത്. ഇതിനിടയിൽ പോളണ്ട്, റുമേനിയ, എസ്റ്റോണിയ, നോർവേ തുടങ്ങിയ രാജ്യങ്ങളുടെ മുകളിലൂടെ റഷ്യ ഫൈറ്റർ ജെറ്റുകളും ഡ്രോണുകളും മറ്റും പറത്തിയിരുന്നു. ഇതിൽ ചിലതൊക്കെ തങ്ങൾക്ക് അറിയില്ല എന്നാണ് റഷ്യ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ റഷ്യ ഒരു മുന്നറിയിപ്പുമായി രംഗത്തെത്തി. ഇതോടുകൂടി തന്നെ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം വഴിമാറുമോ എന്നുള്ള വലിയ ആശങ്കയും ലോകത്തിനുണ്ട്. യുദ്ധം ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാവുന്ന അവസ്ഥയിലാണ്. ഡ്രോണുകളോ വിമാനങ്ങളോ ഇനി ഈ നാറ്റോ രാജ്യങ്ങളുടെ മുകളിലൂടെ അല്ലെങ്കിൽ അവരുടെ വ്യോമാതിർത്തി ലംഘിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ശക്തമായി തന്നെ തിരിച്ചടിക്കും. അത് വെടിവെച്ച് വീഴ്ത്താനാണ് ഉത്തരവ്. അങ്ങനെ സംഭവിച്ചാൽ അത് യുദ്ധത്തിലേക്ക് കലാശിക്കുമെന്ന് റഷ്യയും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുന്നു. ഇപ്പോൾ ഉക്രൈനിൽ പകൽ സമയത്ത് പോലും കനത്ത ബോംബിംഗ് ആണ് റഷ്യ നടത്തുന്നത്. സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ ബോംബിംഗ് നടത്തുന്നു എന്നാണ് ഉക്രൈൻ പറയുന്നത്. മലയാളം.